ഹലോ ഗൈസ്, തറവാടി ഗെയിമറിൻ്റെ അടുത്തൊരു തറവാടി വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ മൈൻക്രാഫ്റ്റ് കേരള നാട്ടിലെ ജീവിതം സർവൈവൽ സീരീസിൻ്റെ ഒന്നാമത്തെ എപ്പിസോഡിലേക്ക് എല്ലാ തറവാടികളെയും ഞാൻ സ്വാഗതം ചെയ്യുന്നു. അപ്പോൾ ഗൈസ്, നമ്മുടെ വീഡിയോയിൽ ഹാർഡ് കോർ സീരീസിൻ്റെ അവസാനത്തെ വീഡിയോ പറഞ്ഞായിരുന്നു പുതിയ സീരീസ് ഈസ് ലോഡിങ്. അപ്പോൾ ഇതാണ് നമ്മുടെ സർവൈവൽ സീരീസ്. ഇത് ഹാർഡ് കോറല്ല, ജസ്റ്റ് സർവൈവൽ സീരീസ്. ഇതിൻ്റെ അകത്ത് നിങ്ങൾ ശരിക്കും ഞാൻ ആരാണെന്ന് കാണാൻ പോവുകയാണ് ഗൈസ്. ഞാൻ കുറച്ച് പേടിച്ചും ഇതൊക്കെ ആയിട്ടായിരുന്നു കളിച്ചത്. ഓക്കെ, അപ്പോൾ നമ്മുടെ ഒരു ഷോർട്സിന് 1K വ്യൂസ് ആയിട്ടുണ്ട്. അപ്പോൾ താങ്ക് യു ഗൈസ്. ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിരുന്നു, അതുകൊണ്ടാണോ എന്നറിയില്ല. അപ്പോൾ എന്നാലും ലോങ് വീഡിയോസിന് ലേശം വ്യൂസ് കുറവാണ്. ആ കുറവ് നിങ്ങൾ നികത്തി തരൂ ഗൈസ്. ഏത് അതന്നെ. അപ്പോൾ അത് പൊളിച്ച് കഴിഞ്ഞ് ഗൈസ്, ഇവിടെ കുറച്ച് മെലനുണ്ട്. പണ്ടാരം കൊക്കണം. അപ്പോൾ ഗൈസ്, നമ്മൾ ഈ ഒരു ജംഗിളുമായിട്ടുള്ള സ്ഥലത്താണ് വന്ന് സ്പോണായിട്ടുള്ളത്. നമുക്ക് അത്യാവശ്യം നമ്മൾ ഫുഡും കാര്യങ്ങളൊക്കെ നമുക്ക് ഈ മെലണും കാര്യങ്ങളൊക്കെ പിടിച്ചാൽ തന്നെ കിട്ടും. അതുകൊണ്ട് ഒരു 3-4 ദിവസത്തേക്കുള്ള ഫുഡ് 3-4 ദിവസത്തേക്ക് ഉണ്ടാവുമോ? അത്യാവശ്യം ദിവസത്തേക്കുള്ള ഫുഡുണ്ട് ഗൈസ്. അപ്പോൾ ഗൈസ്, അതുമാതിരി നമ്മുടെ ഫുൾ വീഡിയോയിൽ വേറെ കുറച്ച് നെഗറ്റീവ് കമൻസൊക്കെ വന്നു. ബേസിക്കലി എനിക്കതൊരു അച്ചീവ്മെൻറ്റ് കാര്യമാണ് തോന്നിയത്. കാരണം അവന്മാർക്കൊരു കഴിവില്ലാണ്ട് അവന്മാർ വെറുതെ കൊണയടിക്കുന്നുണ്ട്. അതുമാത്രമല്ല, ഒന്നുമില്ല ഗൈസ്, ജസ്റ്റ് കൊണയടിക്കുന്നവർ അടിക്കട്ടെ. നമുക്കൊരു ക്രാഫ്റ്റിംഗ് ടേബിൾ ഉണ്ടാക്കാം. ഒരു ക്രാഫ്റ്റിംഗ് ടേബിൾ ഇവിടെ വെക്കാം. അപ്പോൾ ഗൈസ്, നമ്മുടെ ഹാർഡ് കോർ സീരീസിലെ സാധനത്തിന് എന്തെങ്കിലും പറയാ. ഞാൻ തന്നെ സാധനത്തിന് എന്തെങ്കിലും പറയാ. എന്തായാലും നിങ്ങൾ ഹാർഡ് കോർ സീരീസിൻ്റെ നമ്മുടെ ഫസ്റ്റ് എപ്പിസോഡ് എടുത്താൽ ഞാൻ അതിൻ്റെ അകത്തൊരു കാര്യം പറയുന്നുണ്ട്. അത് നിങ്ങൾ ഈ ഒരു സീരീസിലും ഞാൻ ചെയ്യുന്നുണ്ട്. ഓക്കെ, ഗൈസ്, നമുക്ക് അത്യാവശ്യം കോബിൾ സ്റ്റോൺ ഓടിച്ചിട്ട് വരാം ഗൈസ്. ഞാൻ അപ്പോൾ നിങ്ങളൊരു ടൈം ലാപ്സ് കണ്ടുവാ. അപ്പോൾ ഗൈസ്, നമുക്ക് ഞാൻ ടൂൾസിന് വേണ്ട കോബിൾ സ്റ്റോൺ എണ്ണമൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. എൻ്റെ കണക്ക് കൂട്ടൽ ശരിയാണെങ്കിൽ സെറ്റാണ്. നോക്കാം നമുക്ക്. യെസ് ഗൈസ്, എൻ്റെ കണക്ക് കൂട്ടലെല്ലാം ശരിയാണ്. അല്ല ഗൈസ്, കണക്ക് കൂട്ടലിന് ചെറിയൊരു പ്രശ്നം പറ്റി. സാരില്ല, തുടക്കമല്ലേ ഗൈസ്, ശരിയാക്കി എടുക്കാം. ഇല്ല, എൻ്റെ കണക്ക് റെഡിയായി. കറക്റ്റ് 30 ബാക്കി. ഏത് പറഞ്ഞ ഗൈസ്, നേരത്തൊക്കെ ഞാൻ കുറേ ഷീപ്പിനെ കണ്ടിരുന്നു. എനിക്ക് രാത്രി കിടക്കണ്ടേ, ഊള് വേണ്ടേ, ഊളുത്താ. വേറെ ഏതോ ഒരു ഷീപ്പും കൂടി ഉണ്ടായിരുന്നല്ലോ. ആ വേട്ടാവളി എൻ്റെ പരം. ഇവിടെ കുറച്ച് ബാമ്പുണ്ട് ഗൈസ്, അത് നമുക്ക് എടുക്കാം. ഗൈസ്, എൻ്റെ മൈൻഡിലെ ഒരു കിടിലം വീടിൻ്റെ പ്ലാൻ ഉണ്ട്. നമ്മൾ ഹാർഡ് കോർ സീരീസ് വരില്ല, ഇതിൻ്റെ നമ്മൾ ഏകദേശം സ്പോൺ തന്നെയാണ് വീട് സെറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. എന്നാലും ആടുകുട്ടൻ എവിടെ പോയി? എനിക്ക് തല്ലിക്കൊല്ലണം. ഇതാ ഗൈസ്, പുള്ളിപ്പൊടി വെറുതെ പറഞ്ഞാണെങ്കിൽ ട്രോളാൻ വരണ്ട. കഴിഞ്ഞ എപ്പിസോഡിൽ തന്നെ എന്തോരം നെഗറ്റീവാണ് അറിയാവുന്നത്, നെഗറ്റീവ് കമൻറ്റ്സ്. പക്ഷെ പോസിറ്റീവ് പറയുന്നവരുണ്ട് കേട്ടോ. താങ്ക് യു.
ഒരു പുതിയൊരു ചാനൽ ഇത് ആണെങ്കിലും കൂടി എന്നെ അത്യാവശ്യം നല്ല സപ്പോർട്ട് ചെയ്ത ആൾക്കാരും ഉണ്ട് ഇതിനകത്ത്. അവിടെ കുറച്ച് മെലുണ്ട്, നമുക്ക് പിന്നെ എടുക്കാം. അത് നമുക്ക് വൂള് വേണം, ഇല്ലെങ്കിൽ അതൊരു പ്ലെയിൻസ് മാതിരിയുള്ളൊരു സ്ഥലമല്ലേ ഗൈസ്. എനിക്ക് തത്തേനാ തീരെ ഇഷ്ടമല്ല ഇപ്പോൾ. കാരണം ഈ തത്ത മൈൻക്രാഫ്റ്റിൻ്റെ പുതിയ അപ്ഡേറ്റ് ആണോ അങ്ങനെയൊന്നും എനിക്കറിയില്ല. തത്തപ്പടയ്ക്ക് ക്രീപ്പറിൻ്റെ സൗണ്ടൊക്കെ ഉണ്ടാകും ഗൈസ്. ഒരാളെ ഞാൻ പേടിച്ചു പോയി. ഞാൻ വിചാരിച്ച് ഇതാണ് നോക്കുമ്പോൾ മിസ്സാറിനെ ഞാൻ ടൈം ചെയ്ത് വെച്ചാൽ എൻ്റെ വേറൊരു വേൾഡിലെ തത്ത എൻ്റെ ഷോൾഡർ കുത്തിരുന്നിട്ട് ക്രീപ്പറിൻ്റെ സൗണ്ട് ഉണ്ടാക്കുന്നത്. ഞാൻ തച്ച് വന്നാലേ അല്ലേ മനുഷ്യനെ പേടിപ്പിക്കുക. മറ്റെനിക്ക് ആനിമൽസിനെ ഇഷ്ടമാണ് ഗൈസ്. എന്താ ഗൈസ് വേറെ തത്ത നേരത്തെ തന്നെ ഞാൻ ടൈം ലാപ്സ് ചെയ്തില്ലേ, അപ്പം ഉണ്ട് തത്തയാണെന്നാണ് തോന്നുന്നത്, ക്രീപ്പറല്ലേ ഇരിക്കും ആ സാധനം സൗണ്ട് ഉണ്ടാക്കുന്നു ഗൈസ്. അത്യാവശ്യം നല്ല രീതിയിലുള്ള ഫുഡുണ്ട്. നമുക്കിപ്പോഴേ കൃഷി തുടങ്ങി കഴിഞ്ഞാൽ അവസാനമാകുമ്പോൾ ഫുഡിന് വലിയ ക്ഷാമം ഉണ്ടാവില്ല കേട്ടോ. ഗൈസ് അതുമാതിരി ഞാൻ എൻ്റെ വേൾഡിൽ എന്തായാലും ഒരു 2 ടൈപ്പ് ബേസ് സെറ്റാക്കാനുള്ള ഒരു മൈൻഡ് ഉണ്ട്. ഒന്ന് അല്ല പ്ലാനൊന്നും ഞാൻ പറയുന്നില്ല. ഒന്ന് മിക്കവാറും നമ്മൾ ഈ എപ്പിസോഡിലോ അല്ലെങ്കിൽ ഈ എപ്പിസോഡിൽ ചിലപ്പോൾ നോക്കട്ടെ അടുത്ത് തന്നെ നമ്മൾ ചെയ്യും. മറ്റേത് നമുക്ക് നോക്കിയിട്ട് ഒരു ദിവസം ചെയ്യാം ഗൈസ്. ഷീപ്പ് ഞാൻ പറഞ്ഞില്ലേ പ്ലെയിൻസിൽ കണ്ടമാനം ഷീപ്പുണ്ട്. കണ്ടമാനം എന്ന് വെച്ചാൽ കുറേ. എനിക്ക് എൻ്റെ നാട്ടിലെ ഭാഷ ഗൈസ് കുറേയൊക്കെ അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു വേൾഡാണെന്ന് തോന്നുന്നു ഗൈസ്. ഇപ്പം അത്യാവശ്യം വൂളായി. ഇതിപ്പോൾ ഇങ്ങനെ കളറ് മാറ്റാൻ നമുക്ക് കൊക്കോ ബീനറ്റ് എടുക്കാമല്ലോ. അതൊക്കെ കൊക്കോ നമ്മളെ ഈ ചെറിയൊരു മൂക്കടപ്പുണ്ട് സാധാരണ ഇടയ്ക്ക് ഇങ്ങനെ വലിച്ചു കയറ്റുന്നത്. മൂക്കടപ്പ് അതുമാതിരി സൗണ്ടിനും വലിയ ക്വാളിറ്റി ഉണ്ടാവില്ല. നമുക്ക് ഈ കൊക്കോ വെച്ചിട്ട് കളർ ഇത് പൊട്ടിച്ചാൽ കിട്ടുമോ? കിട്ടും. നന്നായി 4 ഗൈസ്. അയ്യോ ബാക്കിയൊക്കെ ഓറഞ്ച് അല്ല ബ്രൗൺ അല്ല. ഇത് കൈ കിടക്കട്ടെ, എന്തെങ്കിലുമൊക്കെ ആവശ്യമുണ്ടാവും. വാങ്ങ വേഗം മുകളിൽ കയറാം. അവിടെ ക്രാഫ്റ്റിംഗ് ടേബിൾ ഞാൻ പൊട്ടിച്ചെടുത്തിരുന്നു. നോക്കാം ഗൈസ്. ചാടാ ഇവിടെ കിടക്കാം. ക്രാഫ്റ്റിംഗ് ടേബിൾ അതിൻ്റെ അകത്തുനിന്ന് നമുക്കൊരു കിടക്ക പണിയാം ഗൈസ്. നോക്കണത് കണ്ടാലും ഇവിടെ അങ്ങോട്ടാണ് ഗൈസ് സൂര്യൻ അസ്തമിക്കുന്നത്. ചാച്ചിക്കോ നമ്മുടെ ഫസ്റ്റ് ഡേ ആണ് ഗൈസ്. അപ്പോൾ ഇവിടെ ഡേ 1 നമ്മുടെ ഒരു ദിവസം നമ്മൾ നമ്മുടെ വേൾഡിൽ സ്പെൻഡ് ചെയ്തു ഗൈസ്. ഇനി നമ്മൾ ചെയ്യുന്നത് എൻ്റെ മൈൻഡിലെ ഞാൻ ആദ്യം 2 ബേസ് പറഞ്ഞില്ലേ, അതിൻ്റെ അകത്ത് ഒരു ബേസിൽ ഐഡിയ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ട്രീ ഹൗസ്. അതായത് എൻ്റെ മൈൻഡിലെ കോൺസെപ്റ്റ് ഞാൻ പറഞ്ഞുതരാം ഗൈസ്. ഉദാഹരണത്തിന് ഇപ്പോൾ ഇതാ ഒരു മരം കാണിച്ചാൽ ഈ മരം എടുക്കാം. ഇതിൻ്റെ മുകളിൽ കയറിക്കാം, സ്റ്റേജിൻ്റെ മുകളിൽ കയറിയിരുന്ന് പ്രസംഗിക്കും. അപ്പോൾ ഇതിൻ്റെ അകത്ത് ഇങ്ങനെ ഓരോ തട്ട് വരില്ല ഗൈസ്. ഇതിൻ്റെ അകത്ത് നമ്മൾ കുറച്ച് തട്ടുകളിൽ നമ്മൾ വുഡൊക്കെ വെച്ച് ഒരു പ്ലാറ്റ്ഫോമൊക്കെ ഉണ്ടാക്കും. മോളാണ് ഇതിൻ്റെ ഏറ്റവും വലിയ, അതായത് നമ്മുടെ ബേസ് ആവാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ അങ്ങനെ ഇത് ഓരോ സ്ഥലങ്ങളായിട്ട് ഇങ്ങനെ വെക്കും. എന്നിട്ട് അതിൻ്റെ മുകളിൽ വീടുണ്ടാക്കും. ഇതിങ്ങനെ ഓവർ ഹൈറ്റുള്ളതും പാടില്ല, എന്നാൽ ഓവർ ചെറുതും പാടില്ല. അങ്ങനത്തെ ഒരു വീട് സെറ്റപ്പാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. സെറ്റാക്കാം. കണ്ടിട്ട് പോവാ. എൻ്റെ ഹാർഡ് കോർ നിർത്താൻ കാരണം തെണ്ടികളൊക്കെയാണ്. ഇപ്പം പ്രതികാരം തീർക്കാൻ
ചാടാ പാടാ നീ പാടാ നീ പാടാ പാടാ അയ്യോ തീ പിടിച്ച്. ഇവിടേക്ക് ഒരു മണ്ടം പോയിരുന്നല്ലോ. ഓഹോ മറ്റേത് തണൽ കണ്ടിട്ട് പോയതായിരിക്കും ഗൈസ്. ഈ മരം ഷൂട്ടാവോ? ഈ മരം പെർഫെക്റ്റാണ്. എൻ്റെ മൈൻഡിലെ കോൺസെപ്റ്റ്സിന് ഇതൊക്കെയാണ്. അതങ്ങനത്തെ വീട് വേണ്ടതെന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് കമൻറ്റ് ബോക്സിൽ പറയും. അതുമാതിരി ഞാൻ കണ്ട കുറച്ച് കമൻസിലൊക്കെ ഞാൻ അത്യാവശ്യം റിപ്ലൈ ഒക്കെ കൊടുത്തിട്ടുണ്ട് ഗൈസ്. ഇതാക്കണോ? ഈ രണ്ടു വരെ കൂടി നിൽക്കുന്നതാക്കണോ? കുറച്ച് അവിടെ നല്ല ബാമ്പു ഉണ്ട് കേട്ടോ. ബാമ്പു ഞാൻ വിചാരിച്ച് ഈ ചെറിയൊരു ഏരിയയിൽ മാത്രം ഉണ്ടാവുന്ന, പക്ഷെ ഇവിടെ അത്യാവശ്യം ബാമ്പു ഉണ്ട്. അതുകൊണ്ട് ഞാൻ ആദ്യത്തെ 2 എപ്പിസോഡിൽ മിക്കവാറും ഞാൻ വീട് ഉണ്ടാക്കൂല. കാരണം നിങ്ങളുടെ ഒരു അഭിപ്രായം കിട്ടണ്ടേ. അത് മാത്രമല്ല ഇങ്ങനെ കൂടി നിൽക്കുന്നതിന് നമുക്ക് ഇവിടുന്ന് അതിൻ്റെ മുകളിലേക്ക് ആക്കാം, ഇതിൻ്റെ മുകളിലേക്ക് ആക്കാം. അങ്ങനെ നമുക്ക് ഓരോ കാര്യങ്ങൾ ചെയ്യാം ഗൈസ്. അതുകൊണ്ട് നമുക്ക് അങ്ങനത്തെ എന്തെങ്കിലും പ്ലാൻ ചെയ്യാം. അതുമാതിരി ഞാൻ ഇങ്ങോട്ട് പോകണോ അതോ അങ്ങോട്ട് പോകണം? അക്കോ പിക്കോ വേഗം പൊക്കോ മതി പൊക്കോ, ഞാനിങ്ങോട്ട് പോട്ടെ. നമുക്ക് ഓഹോ നേരം ഒരു റൗണ്ട് കയ്യാറ് വരുന്നുണ്ട് ഗൈസ്. എന്തായാലും പറയുക, ഞാൻ റൗണ്ട് ആണ് ഗൈസ് പറയുന്നത്. തെറ്റുണ്ട് ക്ഷമിക്കുക. ഇങ്ങോട്ട് എന്തെങ്കിലും കണ്ടോ നോക്കാം. ഇവിടെ അത്യാവശ്യം ഫുഡിന് നമുക്ക് വിഷയം ഉണ്ടാവില്ല ഗൈസ്. തൊണ്ടപ്പണിയാതാണ് ഗൈസ്. ഇന്നലെ അമ്മ പറഞ്ഞിട്ട് അമ്മയ്ക്ക് സാധനം വായിച്ചു കൊടുത്താണ് തൊണ്ട പണി. ഇല്ലെങ്കിൽ വേണ്ട ഗൈസ്, നമുക്ക് 2 ബേസൊന്നും വേണ്ട എൻ്റെ മൈൻഡിൽ. എന്നാൽ എൻ്റെ മൈൻഡിലെ മറ്റേ ഐഡിയ ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യാം ഗൈസ്. നമ്മളൊരു തറവാടി ഗെയിമറാണല്ലോ. സോ നമുക്കൊരു തറവാടി സ്റ്റൈൽ, മനസ്സിലായോ? തറവാടി സ്റ്റൈൽ, ഒരു തറവാട് സ്റ്റൈൽ ഒരു വീട് നമുക്ക് ക്രിയേറ്റ് ചെയ്യാം ഗൈസ്. എന്ത് പറയുന്നു? അപ്പോൾ നമ്മൾ തറവാട് സ്റ്റൈൽ വീട് ചെയ്യുമ്പോൾ അതിൻ്റെ ഒപ്പം നമുക്ക് അതിൻ്റെ ട്യൂട്ടോറിയലും കൂടി ഉൾപ്പെടുത്താം ഗൈസ്. ഉൾപ്പെടുത്താമായിരിക്കും അല്ലേ? അത് നമുക്ക് വേറൊരു ട്യൂട്ടോറിയൽ സീരീസ് ആയിട്ട് അതങ്ങനെ ഡെയിലി വീഡിയോ ഇടുന്നില്ല. നമുക്ക് ഇടയ്ക്ക് കണ്ടൻറ്റ് ക്ഷാമൊക്കെ പോലെ വരുമ്പോൾ നമുക്ക് അപ്പം ചെയ്യാം ഗൈസ്. അതൊക്കെ എന്തറിയുന്നു. അപ്പോൾ ഇന്ന് നമുക്ക് കുറച്ച് സാധനമൊക്കെ സെറ്റ് ചെയ്തൊന്ന് മൈനിങ്ങിന് പോയിട്ട് കുറച്ച് സാധനമൊക്കെ, അതായത് മീൻസ് ഷീൽഡ്, പിക്കാക്സ്, അങ്ങനത്തെ കുറച്ച് സാധനങ്ങളൊക്കെ സെറ്റ് ചെയ്യാം. ഇത് കേവാണ്. കോളുണ്ട് ഗൈസ്, നല്ലൊരു കാര്യം. ഞാൻ കോൾ ഇവിടെ ഉണ്ടാവുമോ എന്ന് ചോദിക്കാൻ വരുമ്പോഴത്തേക്ക് മൊജാങ് എനിക്ക് തന്നു ഗൈസ്. കാരണം ഞാനും മൊജാങ്ങും തമ്മിൽ അത്രയ്ക്കൊരു അടുത്ത ബന്ധമാണ്. ഞാൻ നേരത്തെ പറഞ്ഞു, എന്തായാലും എല്ലാവർക്കും താങ്ക് യു ഗൈസ്. നിങ്ങൾക്കിപ്പോൾ അറിയാം വലിയ യൂട്യൂബ്സിനൊക്കെ 1K എന്നൊക്കെ പറയുമ്പോൾ വലിയൊരു ഇതായിരിക്കില്ല. പക്ഷേ എന്നെ പോലത്തെ ഒരു തുടക്കക്കാരന് 1K എന്ന് പറഞ്ഞാൽ വലിയൊരു എമൗണ്ട് ആണ് ഗൈസ്. എമൗണ്ട് മീൻസ് വലിയൊരു ഇതാണ്. അതിൻ്റെ അർത്ഥം മനസ്സിലായല്ലോ, അത് മതി. ഓക്കെ, 4 സ്റ്റിക്ക് ഉണ്ടാക്കി 7 എണ്ണം നമുക്കിതിനും ഫുള്ളൊന്ന് ഇതാക്കാം. 28 മതിയാവും നമുക്ക്. അത്രയ്ക്ക് മതി. ഹായ് ഗൈസ്, അയ്യൻ നമുക്ക് അവിടേക്ക് ഒന്ന് ടോർച്ച് വെച്ചിട്ട് പോകാം. അതാകുമ്പോൾ ഇപ്പോൾ ഒന്നും ഇവിടെ ഇല്ല, എന്നാലും ഇനിയൊന്ന് സ്പൂണാവാണ്ട് നോക്കാമല്ലോ. അവിടെ കയറുന്നുണ്ട്. അവിടെ പ്രത്യേകിച്ചൊന്നും ഇല്ലാന്ന് തോന്നുന്നു. കുഞ്ഞി കേവാണോ? കഴിഞ്ഞ അവിടെ ഒരു ഓപ്പണിങ് മാതിരി കാണുന്നുണ്ട് ഗൈസ്. ഗൈസ് ഇത് വലിയതൊന്നുമില്ല.
ഇനിയിപ്പോൾ എന്തായാലും ഇവിടുന്ന് സ്പോണായിട്ടൊന്ന് മുളക് കയറാൻ വേണ്ടിയിട്ട് ഇവിടെ 2-3 ടോർച്ചല്ലേ പോട്ടെ ഗൈസ്. ഇപ്പം എന്തായാലും അയൺ കിട്ടിയില്ല മതി. ഗെയിം കയറി ഇത് വലിഞ്ഞ എത്ര ദൂരം കയറാൻ പറ്റും? അയ്യോ പോയി. ഞാനത് കയറിയിരിക്കും ഗൈസ്. എത്താണിത് ഒന്ന് ഇങ്ങോട്ടിയാട് മറ്റേ എന്തിനെങ്ങനെയൊക്കെ പോകുന്നത് വെച്ചാൽ പോരെ. നമുക്കവിടെ ഇതിൻ്റെ ആദ്യത്തെ അയാണ് പൊട്ടിച്ചെടുക്കാം. നിങ്ങളാണ് ഇതിൻ്റെ സാക്ഷി. ഓക്കെ, ഇപ്പോൾ 3 കിട്ടിയേഴ്സ്. നമുക്കിനി ഈ കേവിൽ പ്രത്യേകിച്ചൊന്നും ചെയ്യാനില്ല. അതുകൊണ്ട് തന്നെ ഇവിടെ നമ്മൾ വലിയൊരു കേവ് കണ്ടിരുന്നല്ലോ, അതവിടെ. ഇവിടെ വലിയൊന്ന് ഇറങ്ങി നോക്കാം എന്നാണ് തോന്നുന്നത്. നമുക്കതവിടെ കുറച്ച് കോളുണ്ട്. ബേസിക്കലി കോളല്ല വേണ്ടത്, വുഡാണ്. അപ്പോൾ നമുക്ക് വുഡ് പൊട്ടിച്ചിട്ട് പോകാം. അതാകുമ്പോൾ താഴെ നിന്ന് അഥവാ ടോർച്ച് തീർന്നാലും നമുക്ക് ബാക്കപ്പ് ഉണ്ടാവുമല്ലോ. ഇവിടെ ഇല്ല, നമ്മൾ കോളുണ്ട്. അയ്യോ, ദിസ് വാസ് എ ട്രാക്ക് ഗൈസ്. ഇപ്പോൾ കുഴി ചാടിയാണ്. കുഴി ചാടിയാലും പറ്റാൻ മാത്രമുള്ള കുഴിയൊന്നുമല്ല, നല്ലതൊരു കുഴിയാണല്ലോ. കുഴി 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 കുഴി. അപ്പോൾ ഞാൻ ഈ കോളൊക്കെ ഒന്ന് പിടിച്ച് വരട്ടെ കേട്ടോ ഗൈസ്. വീണ്ടും ടൈം ലാപ്സ്. അപ്പോൾ ഗൈസ് നമ്മൾ ഇതൊക്കെ സെറ്റാക്കി. ഇവിടെ ഒരു സ്വിമ്മിംഗ് പൂൾ പോലത്തെ സ്ഥലമുണ്ട്. നമുക്ക് വേറെ ഒരു അടിയ നമുക്കിങ്ങനെ പൊട്ടിച്ച്. അത് ശരി, ഇതെന്താ ഇത്? ഒറ്റ വുഡുള്ള ട്രീയോ? ആദ്യ ഐസിയാണിത് കാണുന്നത്. അയ്യാ, പെട്ടെന്ന് കത്തിപ്പോയി. ഞാനേ ജസ്റ്റ് ഒന്ന് നോക്കിട്ടോ. ടോർച്ച് എൻ്റെ കയ്യിലേ അയാൾ സ്മെൽറ്റ് ചെയ്ത് ഷീൽഡായിട്ട് ഇങ്ങോട്ട് വരുന്നതാണോ ബുദ്ധി? വെറുതെ ചാവണം? വേണ്ട, നമുക്ക് ഷീൽഡൊക്കെ ആയിട്ട് വരാം. ശരി, ഇനി കുറേ ഓപ്പണിംഗ് ഉണ്ട് ഗൈസ്. ക്രീപ്പർ, ഞാൻ ക്രീപ്പറിനെ കൊണ്ടുള്ളൊരു പരിപാടി കാണിച്ചുതരാം ഗൈസ്. വെള്ളത്തിൻ്റെ അടിയിൽ കൂടെ പോകണമെന്നൊന്നുമില്ല, എന്നാലും വെള്ളത്തിൻ്റെ അടിയിൽ കൂടെ പോവാം. എവിടെ ക്രീപ്പർ? ഓക്കെ, അങ്ങനെ ഹെൽത്ത് പോയി. സാധാരണ പോകാറില്ല ഗൈസ്, എന്നാലും അധികമൊന്നും ഹെൽത്ത് പോകില്ല, മനസ്സിലായോ? അങ്ങനെ വെറുതെ അതിനെ കൊല്ലിക്കുകയും ചെയ്യാം. നമുക്കൊരു എൻ്റർടൈൻമെൻറ്റ് ആവട്ടെ. നമുക്കൊരു ഫർണേസ് ഉണ്ടാക്കാം. ഫർണേസ് ഉണ്ടാക്കാനുള്ള സാധനമുണ്ട്. കോള് നേരത്തെ പൊടിച്ചെടുത്തിട്ടുണ്ട്. സ്മെൽറ്റാവ് അപ്പോഴത്തേക്ക് നമുക്കൊന്ന് ചാച്ചാ പോവും. അങ്ങനെ നടക്കട്ടെ ഗൈസ്. ഒരു സോംബി ബോമൻ ഇനി കണ്ടില്ലേ? കണ്ടില്ലാന്ന് തോന്നുന്നു. അപ്പോൾ ഗൈസ് ഗുഡ് നൈറ്റ്. അപ്പോൾ ഗൈസ് തറവാടി ഗെയിമെന്നാകാൻ പറഞ്ഞില്ല. ഇപ്പം നമ്മൾ തറവാട്ടിലൊന്നുമല്ല, പെരുവഴി കിടന്നിട്ടാണ് ഉറങ്ങുന്നത്. നമുക്കത് സെറ്റാക്കാം ഗൈസ്. ഞാൻ പറഞ്ഞില്ലേ, അതിന് കുറച്ച് റിസോഴ്സസൊക്കെ വേണം. ആദ്യം ചെറിയ ഇതൊക്കെ സെറ്റായിട്ട് അങ്ങോട്ട് മാറുന്നതാണ് എൻ്റെ ഒരു രീതി. അതിനെക്കൊണ്ടാണ് പൈസ ഫുഡൊക്കെ കഴിച്ച് കുട്ടപ്പനായിട്ട് പോകാം ഗൈസ്. നമ്മൾ ആദ്യമായിട്ട് കുറച്ച് എക്സ്പെൻസീവ് ആയിട്ടാണ് ഇത് ബിൽഡ് ചെയ്തത് ഗൈസ്. ബിൽഡ് ചെയ്യാൻ മീൻസ് ക്രാഫ്റ്റ് ചെയ്തു. എന്താ ഗൈസ് ക്രീപ്പർ? ഓ പൊട്ടിക്കോളൂ, നോ വിഷയം. ഇത് ഏടുന്നത് എല്ലാം കൂടി ചാടി പറഞ്ഞു വരുന്നു. ഹായ് ഗൈസ്, നിങ്ങൾ സൗണ്ട് കേട്ടോ? ഓക്കെ, അടുത്ത ആള് അവിടെ വല്ല മോൺസ്റ്റർ സ്പോൺ ഇട്ടുണ്ടോ?
ഇപ്പോൾ പണിയാവോ? കഴിഞ്ഞ എപ്പിസോഡ് പോലെയാവോ? ആ ഗൈസ് ഒരു ക്രീപ്പർ ഉണ്ട്, നല്ലതാണ്. ഓക്കെ ഗൈസ്, പ്രത്യേകിച്ച് ഒരു കിണ്ടിയില്ല ഗൈസ്, വെറുതെ എൻ്റെ ഷീൽഡിൻ്റെ കുറേ പവർ കളഞ്ഞു പണ്ടാരം. സാരല്ല പോട്ടെ. ഫോൺ കിട്ടിയോ? ഹാർഡ് കോർ സീരീസിലെ ഒരു ഡോഗിനെ ടൈം ചെയ്യാൻ പറ്റിയില്ല. ഇതിൻ്റെ അകത്തെങ്കിലും പറ്റുമോ നോക്കാം. ടോർച്ചിനായിട്ട് ഇവിടം വരെ ഇറങ്ങണ്ട പറയാൻ വരുമ്പോഴത്തേക്ക് ഞാൻ ബട്ടൺ ഞെക്കി പോകും. സാരമില്ല പോട്ടെ. നായി, എടാ നായിയെ നമുക്കിത് കൊടുത്തോക്കാം. ചില നായ്ക്കൾ ചിലപ്പോൾ ടൈമാവും ഗൈസ്. ഈ നായി ടൈമായില്ല. നായി ഇതാണ് യഥാർത്ഥ നായി. ഇത് നമുക്കിവിടെ വേറെ എവിടെയെങ്കിലും കേവോ കാര്യങ്ങളോ എന്തെങ്കിലും നോക്കാം. ഞാൻ ബേസിക്കലി സാധാരണ ഗെയിമേഴ്സിനെ പോലെ അങ്ങനെയല്ല. സാധാരണ ഞാൻ കണ്ടിരിക്കുന്ന അധിക പേരും ഈ കേവ് പോകുന്നത് മൈനിങ് അങ്ങനെയൊന്നും കാണിക്കാറില്ല. പക്ഷേ ഞാൻ ബേസിക്കലി നമ്മൾ സാധാരണക്കാരൊക്കെ കളിക്കുന്ന പോലെ ആ ഒരു രീതിയിൽ ഞാൻ എല്ലാം കാണിച്ചിരുന്ന മാതിരിയാണ് ഞാൻ എൻ്റെ ഒരു ഇത് പ്ലാൻ ചെയ്ത് വെച്ചിരിക്കുന്നത്. ഇനി അവർക്ക് അതിൻ്റെ എന്തെങ്കിലും അൽഗോറിതം ഉണ്ടോ അങ്ങനെയൊന്നും എനിക്കറിയില്ല. അപ്പോൾ ഞാൻ എന്തായാലും ഉദ്ദേശിച്ചിരിക്കുന്നത് ഇങ്ങനെയാണ്. നമുക്ക് നോക്കാം. ഇത് ഇങ്ങനെയൊക്കെ വന്നിട്ട് ഞാൻ പേടയ്ക്കാ നമ്മളിപ്പോൾ എന്ത് ചെയ്യും ഗൈസ്? അതാണ് എനിക്കൊരു ഐഡിയ ഇട്ടത്. അല്ല അങ്ങോട്ട് പോകണ്ട, അങ്ങോട്ട് പോയാൽ കയറാൻ വരികയൊരു സ്ഥലമില്ല. നമുക്ക് രണ്ട് വട്ടൊക്കെ കടിച്ച് പിടിച്ച് മുന്നോട്ട് നടക്കാം. തത്തേ 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 വട്ടം കൊടുക്കാൻ പറ്റുമോ? ഇല്ല. ബേസിക്കലി ഇഷ്ടമാണ് തത്തേനെ, പക്ഷേ എനിക്ക് ഇതിൻ്റെ തൊട്ട് മുന്നത്തെ വശം വരെ തത്തേനെ ഇഷ്ടമായിരുന്നു. ഈ വശമുള്ള തത്തേനെ എനിക്ക് ഇഷ്ടമല്ല. കാരണം അത് നമ്മൾ പെട്ടെന്ന് നമ്മൾ ഈ കേവിലൊക്കെ പോകുന്നതിന് ഞാൻ ഇടയ്ക്ക് ഇതിനെ ഒരു തവണ അറിയാണ്ട് കൊണ്ടുപോയി നോക്കുമ്പോൾ എപ്പോഴും ഈ ക്രീപ്പറിൻ്റെ സൗണ്ടാണ് എന്നും പറഞ്ഞ് ഇവിടെ ആൾ മേടിച്ചുത്തിരിക്കുക. അന്നേരം മൂപ്പര് പറയുന്നില്ല വേണ്ടാരം കൊണ്ടുപോയി. ഇത്രക്കേ ഉള്ളൂ ഗൈസ്. അവിടെ നായുണ്ട്. ഞാനേ അപ്പോൾ മീനിട്ട് എന്തായാലും ഒന്ന് ബോൺ കിട്ടുമോ നോക്കട്ടെ. അപ്പോൾ ഗൈസ് ഞാനിപ്പോൾ ഒരു ആവശ്യത്തിന് അങ്ങോട്ട് പോയപ്പോഴാണ് ഞാൻ ഈ വീഡിയോൻ്റെ ടൈം കണ്ടത്. അപ്പോൾ ഇതിപ്പോൾ എന്തായാലും കുറച്ച് ഓവർ ലെങ്ത് ആയി. അപ്പോൾ ഗൈസ് ഈ വീഡിയോ ഇത്രയേ ഉള്ളൂ. തറവാടി ഗെയിമറുടെ ഈ തറവാടി വീഡിയോ കണ്ട എല്ലാ തറവാടികൾക്കും താങ്ക് യു. ആൻഡ് അടുത്ത തറവാടി വീഡിയോ കാണാൻ എല്ലാ തറവാടികളെയും ഞാൻ ക്ഷണിക്കുന്നു. അപ്പോൾ അടുത്ത എപ്പിസോഡ് നാളെ. അപ്പോൾ ടിൽ ദെൻ ബൈ.